മൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു അവർ ഫനറ്റിക്സ് ക്ലാസ്. നമ്മൾ ഫനറ്റിക്സ് ക്ലാസ് ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം തുടരുകയാണ്. അതായത് നമ്മൾ 36 വരെയുള്ള ക്ലാസ്സുകൾ നമ്മൾ കഴിഞ്ഞു. ഇനി നമ്മളിപ്പോൾ ഓരോ സൗണ്ട്സും അതിൻ്റെ വ്യത്യസ്ത തരത്തിലുള്ള ട്രാൻസ്ക്രിപ്ഷനാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇംഗ്ലീഷ് കോൺസണൻ്റ് ആയിട്ടുള്ള സൗണ്ടാണ് എടുക്കുന്നത്. സൗണ്ട്. അപ്പോൾ സൗണ്ട് വെച്ചിട്ട് നമുക്ക് ഒരുപാട് വേർഡ്സ് ട്രാൻസ്ക്രൈബ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണ് അതിൻ്റെ മെത്തേഡ് എന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വളരെ എളുപ്പത്തിൽ നമ്മളിതിലൂടെ ഈ ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. അപ്പോൾ ആദ്യത്തെ സൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കുക, ഈ എന്ന വവ്വലാണ്, സ്വരശബ്ദമാണ് ഈ എന്ന വവ്വൽ. അപ്പോൾ ഈ എന്ന വവ്വൽ വെച്ചിട്ട് നമ്മൾ സൗണ്ട് ഏതൊക്കെ വേർഡ്സ് നമുക്ക് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഫസ്റ്റ് വേർഡ് നമ്മൾ കീപ്പ് എന്ന വേർഡ്. അപ്പോൾ ശ്രദ്ധിക്കുക, കീപ്പ് എങ്ങനെയാണ് പറയുക? നമ്മൾ കീപ്പ്. അതുപോലെ നമുക്ക് വേർഡ്സ് ഒരുപാട് ചെയ്യാൻ പറ്റും. സ്പീഡ് എന്ന വേർഡ്, സ്പീഡ് SPEED, സ്പീഡ്. അത് നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ സ്പീഡ്. അതുപോലെ സ്പ്ലീൻ, SPLEEN. അത് നമ്മൾ ട്രാൻസ്ക്രൈബ് ചെയ്യുമ്പോൾ അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ എന്ന സൗണ്ടിൽ ചെയ്യുന്നത്. ഈ എന്ന സൗണ്ടിൽ നമ്മൾ ഒരുപാട് വേർഡ്സ് നമ്മൾ വെച്ചിട്ട് ട്രാൻസ്ക്രൈബ് ചെയ്യാൻ പറ്റും. ഏകദേശം ഇതിലൂടെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു കുറേയൊക്കെ. അപ്പോൾ അടുത്ത നമ്മൾ ഷോർട്ട് ആണ്. ഷോർട്ട് എങ്ങനെ ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. അപ്പോൾ ഷോർട്ട് ഇയിൽ നമ്മൾ സൗണ്ട് കുറച്ച് വേർഡ്സ് നമ്മൾ എക്സാമ്പിൾ നോക്കാം. പിറ്റ് എന്ന വേർഡ്, PIT, അതിൻ്റെ ട്രാൻസ്ക്രിപ്ഷൻ നോക്കാം. പിറ്റ്. അതുപോലെ വരുന്നത് ടിപ്പ്, TIP, ടിപ്പ്. ടിപ്പ്. പിന്നെ നമ്മൾ ഷിപ്പ് നോക്കാം, SHIP, ഷിപ്പ് അല്ലേ. ഷിപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ഷിപ്പ്. അതുപോലെ പിൻ എന്ന വേർഡ്, PIN, പിന്നാണ്. അത് നമ്മൾ പിൻ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അടുത്ത പേറിൻ്റെ ഇതൊക്കെ നമ്മൾ കഴിഞ്ഞു. ഈ സൗണ്ട് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ പഠിച്ചു. നമ്മൾ പേല് എങ്ങനെ ഈ സൗണ്ടിൽ കുറച്ച് ട്രാൻസ്ക്രിപ്ഷൻ നമ്മൾ കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടത് എ എന്ന വേർഡാണ്. നമുക്കറിയാം ഇത് എ എന്ന സൗണ്ടാണ്. ഇത് എ എന്ന സൗണ്ടാണ്. അപ്പോൾ നമ്മൾ പെറ്റ് എന്ന വേർഡ്, PET, പെറ്റ്. അപ്പോൾ നമ്മൾ ട്രാൻസ്ക്രൈബ് ചെയ്യുമ്പോൾ പെറ്റ്. ഇത് സ്ലാൻഡിങ് സ്ട്രോക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇത് ട്രാൻസ്ക്രിപ്ഷനാണ്. നമ്മളിപ്പോൾ അതിൻ്റെ ഫനറ്റിക്സ് ട്രാൻസ്ക്രിപ്ഷനിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ഇതിപ്പോൾ ഒരിക്കലും ഒരു P അല്ല, ഇതൊരിക്കലും E എന്ന ലെറ്റർ അല്ല, ഇതൊരിക്കലും T എന്ന ലെറ്റർ അല്ല. ഇതൊക്കെ സൗണ്ട്സ് ആണ്. അപ്പോൾ ഇത് സ്ലാൻഡിങ് സ്ട്രോക്കിൽ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ആണ്. അപ്പോൾ ഇതിന് പ്രൊനൗൺസ് ചെയ്യുമ്പോൾ പെറ്റ്. അതുപോലെ പെൻ എന്ന വേർഡ് നോക്കാം. PEN എന്നുള്ള വേർഡ് പെന്നാണ്. പെൻ. അതുപോലെ പെസ്റ്റ്, PEST, പെസ്റ്റ്. പെസ്റ്റ്. ഓക്കെ, ഇത്രയും വേർഡ്സ് നമ്മൾ വെച്ച് നമ്മൾ കഴിഞ്ഞു. അടുത്ത ശ്രദ്ധിക്കാം, അടുത്ത സൗണ്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കോൺസണൻസ് തന്നെയാണ്. അപ്പോൾ അടുത്ത് നമ്മളതിന് ശ്രദ്ധിക്കേണ്ടത് സൗണ്ടാണ്. ഇത് എന്ന് പറഞ്ഞ സൗണ്ടാണ്. ഈ സൗണ്ട് പറയുമ്പോൾ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. നമ്മൾ മലയാളത്തിലെ അല്ല, നമ്മൾ നാവ് കുറച്ച് ഉള്ളോട്ട് വലിച്ചിട്ടാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്. അപ്പോൾ PART. അപ്പോൾ നമ്മളിത് പ്രൊനൗൺസ് ചെയ്യേണ്ടത് പാഴ്റ്റ് എന്നാണ്. പാഴ്റ്റ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം അപ്പോൾ നമ്മളിവിടെ സൗണ്ട് നമ്മൾ പ്രൊനൗൺസ് ചെയ്തിട്ടില്ല. കാരണം എന്താണ്? സൗണ്ടിന് ശേഷം ഒരു കോൺസണൻ്റ് ആണ് വരുന്നതെങ്കിൽ പ്രൊനൗൺസ് ചെയ്യാൻ പാടില്ല. ഇവിടെ നമ്മൾ അറിയാലോ, ഇവിടെ എന്ന കോൺസണൻ്റ് ആവുന്നത്. അതുകൊണ്ട് തന്നെ അതിപ്പോൾ നമ്മൾ ലെറ്ററിൽ ഉണ്ടാവും. ലെറ്ററിൽ നമുക്കറിയാം, സ്പെല്ലിങ്ങിൽ അത് കാണും, PART എന്നൊക്കെ കാണും. പക്ഷേ ട്രാൻസ്ക്രൈബ് ചെയ്യുമ്പോൾ പാഴ്റ്റ് എന്നാണ് ഉച്ചരിക്കേണ്ടത്. അടുത്ത വേർഡ് നോക്കാം നമുക്ക്, PARTY. അത് നമ്മൾ ട്രാൻസ്ക്രൈബ് ചെയ്യുമ്പോൾ പാഴ്റ്റി. ഓക്കെ, അപ്പോൾ നമ്മൾ PARK, അത് നമ്മൾ പാർക്ക്.
ഹാൾക്ക്. ഷാർപ്പ് ശ്രദ്ധിക്കാം. ഓക്കെ, നോക്കാം അടുത്ത സൗണ്ട് എങ്ങനെ ട്രാൻസ്ക്രൈബ് ചെയ്യാൻ നോക്കാം. SHARP ആണ് ഷാർപ്പ്. ട്രാൻസ്ക്രൈബ് ചെയ്യുമ്പോൾ ഷാർപ്പ്. അവിടെ നമ്മൾ അറിയാം ആറിന് ശേഷം എന്താണ് പ സൗണ്ട് ആണ്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നത്, റ സൗണ്ടിന് ശേഷം കോൺസണൻ്റ് ആണ്, പ ആണ്. അതുകൊണ്ട് റ സൗണ്ട് പ്രൊണൗൺസ് ചെയ്യാൻ പാടില്ല. പിന്നെ നമുക്ക് നോക്കാനുള്ളത് പിന്നെ കുറച്ച് വേർഡ്സും കൂടെ നമ്മളിപ്പോൾ വെച്ചിട്ടുള്ള എക്സാമ്പിൾസ് ചെയ്യാൻ പോവാണ്. ഡിഫ്തോങ് ആണ് നമ്മൾ നോക്കുന്നത്. ഡിഫ്തോങ്ങിൽ എങ്ങനെയാണ്, അതായത് എയ് എന്നുള്ള ഡിഫ്തോങ് ഒന്ന് നോക്കാം. എയ്. പെയിൻറ്റ്, PAINT, പെയിൻറ്റ്. നമ്മൾ ട്രാൻസ്ക്രൈബ് ചെയ്യുമ്പോൾ പ എയ് ന ട, പെയിൻറ്റ്. അതുപോലെ പെയിൻ എന്നുള്ള വേർഡ്, പെയിൻ എന്നുള്ള വേർഡ് പ എയ് ന, പെയിൻ. പേസ്റ്റ് എന്നുള്ള വേർഡ് PASTE, പേസ്റ്റ്. പ എയ് സ ട്, പേസ്റ്റ്. പേജ്, പേജ് നമുക്കറിയാം പ എയ് ജ, പേജ്. പിന്നെ പലപ്പോഴും നമ്മൾ തെറ്റിച്ച് ഉച്ചരിക്കുന്ന ഒരു പദമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. PLAY എന്ന് പറയുന്ന ഇതുണ്ടല്ലോ, അത് നമ്മൾ പ്ലേ എന്നൊക്കെയാണ് പറയാം. ട്രാൻസ്ക്രൈബ് ചെയ്യുമ്പോൾ അത് പ്ലേ എന്നാണ് വേണ്ടത്. ഒരിക്കലും അത് പ്ലേ എന്നല്ല ഉച്ചാരണം, പ്ലേ. പ്ലേ, പ്ലേ. ഓക്കെ. പിന്നെ കുറച്ച് അടുത്ത് നമ്മളിപ്പോൾ ഇത് എ സൗണ്ട് നമ്മൾ കഴിഞ്ഞു. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഐ എന്ന പിന്നെ ഡിഫോങ്ങിൽ നമ്മൾ പേ സൗണ്ട് കുറച്ച് ശ്രദ്ധിക്കുക. കോൺസണൻസ് പേ ഐയിൽ വരുമ്പോൾ എങ്ങനെയാണ് നോക്കുക. ഐയിൽ എങ്ങനെയാണ് വരിക എന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ. ഐയിൽ ശ്രദ്ധിക്കുക. സ്പൈ, SPY, സ്പൈ. അത് നമ്മൾ എഴുതുമ്പോൾ സ പ ഐ, സ്പൈ. അതുപോലെ പ്രൈം, PRIME, പ്രൈം. പ റ ഐ മ, പ്രൈം. പ്ലൈറ്റ്, PLIGHT, പ്ലൈറ്റ്. പ്ലൈറ്റ്. ഓക്കെ, നമ്മൾ ഐ വെച്ചിട്ടുള്ള എക്സാമ്പിൾസ് നമ്മൾ തന്നു. ഇനി നമ്മൾ ഒയിലെ കുറച്ച് എക്സാമ്പിളാണ്. ഒയിൽ വരുമ്പോൾ ശ്രദ്ധിക്കാം POINT, പോയിന്റ്. ഓക്കെ ആണ്, പോയിന്റ്. ഓക്കെ. അപ്പോൾ അടുത്ത മറ്റൊരു വേർഡും കൂടെ നമുക്ക് ഒയ് വെച്ച് നോക്കാം. SPOIL, സ്പോയിൽ. സേപ്പ് ഓയിൽ, സ്പോയിൽ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത സൗണ്ടുമായിട്ട് നമ്മൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും വരുന്നതായിരിക്കും. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് ചെയ്യാം, അതുപോലെ ഷെയർ ചെയ്യാം. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓൾ സെലക്ട് ചെയ്യാം. താങ്ക് യു.